നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശബരിമലയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമലയിലേക്ക് പോകുന്ന വഴിയിലുള്ള നിലയ്ക്കൽ ക്ഷേത്രത്തിലെ കാഴ്ചയാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിന് മുകളിലാണ് നിലയ്ക്കൽ ബസ് സ്റ്റാൻഡും പാർക്കിംഗ് ഏരിയയും ഒക്കെ ഉള്ളത്. നയനമനോഹരമായ ആ കാഴ്ചകൾ കണ്ട് നമ്മൾ പമ്പയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പമ്പയിലെത്തി അവിടെ സ്വാമി അയ്യപ്പൻ്റെ മനോഹരമായ ഒരു രൂപം നമുക്ക് കാണുവാൻ കഴിയും. പമ്പയിലാണ് ഈ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പമ്പാ നദിയാണ്. പമ്പാ നദിയിലെ കാഴ്ചകളും പമ്പയിലെ സമീപ പ്രദേശങ്ങളുമാണ്. ഇത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഒരു വെൽക്കം ബോർഡ് പോലെ സ്ഥാപിച്ചിരിക്കുന്നതാണ്. ഇതിൽ ചേർന്ന് തന്നെ തൊട്ടിപ്പുറത്തായിട്ട് പമ്പ മഹാഗണപതി ക്ഷേത്രവും ഒക്കെ ഉണ്ട്. ഇത് ഇനി നേരെ ഇവിടെ നിന്നാണ് നമ്മൾ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലേക്ക് കടക്കുന്നത്. ശബരിമല നട തുറക്കുന്ന ദിവസം മേൽശാന്തി ആഴിയിൽ അഗ്നി പകരുവാൻ പോകുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാസപൂജകൾക്കായി ശബരിമല നട തുറക്കുന്ന ദിവസം ആഴിയിൽ അഗ്നി പകർന്നതിന് ശേഷം അയ്യപ്പന്മാർ 18ാം പടി ചവിട്ടി സ്വാമി ദർശനം നടത്തുന്നു. ഒരുപാട് അയ്യപ്പന്മാർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനികളോടെ ശബരീശനെ ഒരു നോക്കു കാണുവാൻ നിൽക്കുന്ന കാഴ്ചയാണ്. ഇത് നമ്മുടെ ഭസ്മക്കുളമാണ്. ശബരിമല ഭസ്മക്കുളം. സന്നിധാനത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഭഗവാന്റെ അന്നദാന മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിലൂടെ പശുക്കൾ പോകുന്ന കാഴ്ചയാണ്. നമ്മുടെ സന്നിധാനത്തെ കാഴ്ചകളാണ്. ഇത് പടിപൂജയ്ക്ക് തൊട്ടു മുന്നേ ഉള്ള കാഴ്ചയാണ്. പടിപൂജ കാണുവാനിരിക്കുന്ന അയ്യപ്പന്മാരാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പടിപൂജയ്ക്ക് ആ പവിത്രമായ പടിപൂജ കാണുവാനിരിക്കുന്ന അയ്യപ്പന്മാരാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇത് മാളികപ്പുറത്ത് നടക്കുന്ന പാറക്കുട്ടിപ്പാട്ടാണ്. സ്വാമിയുടെ വലിയ നടപ്പന്തലിലെ കാഴ്ചയാണ്. നടപ്പന്തലിലെ ഫ്രണ്ട് ഭാഗം. ഇത് മാളികപ്പുറം ക്ഷേത്രമാണ്. ദൂരെ നിന്നുമുള്ള കാഴ്ചയാണ് മാളികപ്പുറം ക്ഷേത്രത്തിൻ്റെ. വീണ്ടും നമ്മുടെ വലിയ നടപ്പന്തലിൻ്റെ മുൻപ് വശം. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് പമ്പയിലേക്ക് എത്തി. സ്വാമി ദർശനം കണ്ട് തിരിച്ച് പമ്പയിലേക്ക് എത്തി. വീഡിയോ കണ്ട എല്ലാവർക്കും 1000 നന്ദി. സ്വാമി ശരണം.